ഗോട്ട് ട്രെയിലർ ട്രെയിലർ കണ്ടു. അപ്പോൾ സെപ്റ്റംബർ 5 പടം റിലീസാണ്. ട്രെയിലറും ടീസറൊക്കെ എന്തിനാണ് ഇറക്കുന്നത്? ഒരു പടത്തിൻ്റെ ഒരു ഹൈപ്പ് കൂട്ടാൻ. ഈ ട്രെയിലർ കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഹൈപ്പ് കൂടിയ പോലെ എനിക്ക് തോന്നിയേ ഇല്ല. ഒരു ഫസ്റ്റ് ഷോ ചെന്ന് കാണാൻ പാകത്തിനൊരു ഹൈപ്പ് ഇത് ക്രിയേറ്റ് ചെയ്തോന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. നിങ്ങൾക്ക് വേറെ അഭിപ്രായങ്ങളുണ്ടായിരിക്കാം. വിജയുടെ മുമ്പത്തെ പടങ്ങളായ ബീസ്റ്റ്, അതുപോലെ ലിയോ, ഇതിൻ്റെയൊക്കെ ട്രെയിലർ നിങ്ങളെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും. ആ പടം കാണാൻ ഒരു ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ ആ പടം ഫസ്റ്റ് ഷോ കാണാൻ ഒരു എന്താ പറയുക, നമുക്കൊരു തോന്നിപ്പിക്കത്തക്ക രീതിയിലാണ് എൻ്റെ ട്രെയിലറും സംഭവമൊക്കെ വന്നിട്ടുള്ളത്. പക്ഷെ ഗോട്ടിൻ്റെ ട്രെയിലർ എനിക്ക് അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നിയില്ല. അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ ചിലപ്പോൾ അതിൻ്റെ BGM ആയിരിക്കാം. കാരണം മുമ്പത്തെ ട്രെയിലറായ ബീസ്റ്റ് ആയാലും പടം എങ്ങനെയായിക്കോട്ടെ, പക്ഷെ അതിൻ്റെ ട്രെയിലർ പക്കയായിരുന്നു. BGM ഒക്കെ നമുക്കത് പടം കാണാൻ നമുക്ക് തോന്നിപ്പിക്കുക ട്രെയിലറൊക്കെ കാണുമ്പോൾ. പക്ഷെ ഗോട്ടിന് എനിക്ക് അങ്ങനെ ഒരു ഫീല് തോന്നിയില്ല. ഗോട്ടിലെ BGM ഒക്കെ തീരെ പോരായിരുന്നു. എനിക്കതങ്ങോട്ട് തീരെ അങ്ങോട്ട് ഒരു സാറ്റിസ്ഫൈ ആയില്ല BGM ഒന്നും കേട്ടിട്ട്. ഇപ്പം എന്തായാലും ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, പക്ഷെ എനിക്ക് ഒരു ഫസ്റ്റ് ഷോ പോയി കാണാൻ മാത്രം നമുക്കൊരു അങ്ങനെ ഒരു ഹൈപ്പ് കിട്ടിയില്ല, ഒരു ഹൈ കിട്ടിയില്ല പടത്തിന്, ട്രെയിലറിന്. അതാണ് എനിക്ക് തോന്നിയത്. ട്രെയിലർ കട്ട്സ് എല്ലാം നന്നായിരുന്നു. എന്തോ വിജയ് ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ളൊരു റോളാണ് തോന്നുന്നത്. ഐ മീൻ ഒരു സ്പൈ ക്യാരക്ടർ, അതായത് ഒരു ഏജൻറ്റിൻ്റെ റോൾ, അതൊന്നും പുള്ളി അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അതൊരു പുതുമയായിരിക്കും. പക്ഷേ ഒരു ടിപ്പിക്കൽ വിജയ് പടം ട്രെയിലർ അതുപോലെ തന്നെ തോന്നിയുള്ള വേറൊരു പുതുമയായിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ വെങ്കട് പ്രഭു ആയ കാരണം പുള്ളിയുടെ പടങ്ങളൊക്കെ ചെന്നൈ 28 ആയാലും പിന്നെ മാനാട് ട്രെയിലറിൽ കണ്ട പോലെ അല്ലെങ്കിൽ പടത്തിൽ എന്തെങ്കിലുമൊക്കെ പുള്ളി കരുതി വെച്ചിട്ടുണ്ടാകാം. ആ ഒരു പ്രതീക്ഷയുണ്ട്. ട്രെയിലർ ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും ഫസ്റ്റ് ആദ്യ ദിവസം തന്നെ പടം കാണും. ഫസ്റ്റ് ഷോ കാണാൻ പറ്റിയില്ലെങ്കിലും ഫസ്റ്റ് പടം എന്തായാലും പോയി കാണണം. പക്ഷെ വിചാരിച്ച പോലെ ഒരു ഹൈ എനിക്ക് കിട്ടിയില്ല ട്രെയിലർ കണ്ടിട്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക. ഇനി രണ്ട് പടങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഗോട്ട് കഴിഞ്ഞാൽ പിന്നെ H വിനോദ് സംവിധാനം ചെയ്യുന്ന തളപതി 69, ആ പടം കൂടി കഴിഞ്ഞാൽ പിന്നെ വിജയ് അദ്ദേഹം സിനിമ കരിയർ അവസാനിപ്പിച്ച് മറ്റൊരു മേഖലയിലേക്ക് പോവുകയാണ്. ഈ രണ്ട് പടങ്ങൾ കൂടി നമുക്ക് അദ്ദേഹത്തെ സ്ക്രീനിൽ കാണാനും കൈയടിച്ച് എൻജോയ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഈ പടം നല്ലൊരു പടമാവട്ടെ എന്നാണ് ആഗ്രഹം. ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ അത് വേറെ കാര്യം. പക്ഷെ പടം നന്നാവണമെന്നൊരു ആഗ്രഹമുണ്ട്. കാരണം 2 പടം കൂടെ അല്ലേ ഉള്ളൂ ഇനി നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റും. അപ്പോൾ തിയേറ്ററിൽ പോയിരുന്ന് അടിച്ച് പൊളിച്ച് കൈയടിച്ച് വിസിലടിച്ച് കണ്ടിറങ്ങാൻ പറ്റുന്ന നല്ലൊരു സിനിമയായാൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട്. എന്തായാലും സെപ്റ്റംബർ 5 എന്തായാലും ബാക്കി കാര്യങ്ങൾ കണ്ടു തന്നെ തീരുമാനിക്കാം. BGM അതെനിക്ക് അത്ര അങ്ങോട്ട് സൂചിച്ചില്ല ഈ പടത്തിൻ്റെ. അനിരുദ്ധൊക്കെ എന്ത് കോപ്പിയടിയാന്ന് പറഞ്ഞാലും പുള്ളിയുടെ BGM ഒക്കെ പക്കാ സാധനങ്ങളായിരിക്കും. ഒരു സീൻ പുള്ളിക്കാരെ എലിവേറ്റ് ചെയ്യും ആ BGM വഴി. പക്ഷെ ഇതിലങ്ങനെ എനിക്ക് വല്ലാണ്ട് മിസ് ചെയ്ത് ഒരു BGM തന്നെയായിരുന്നു.
ഇനി പടത്തിൽ വരുമ്പോൾ എന്താണെന്ന് അറിയില്ല. പക്ഷേ ട്രെയിലറിൽ എനിക്ക് അങ്ങോട്ട് തീരെ വർക്കൗട്ടായില്ല BGM. എന്തായാലും പടം നന്നാവട്ടെ. എന്തായാലും പടം 5-ാം തീയതി പോയി കാണണം. സെപ്റ്റംബർ 5-ന് തിയേറ്ററിൽ പോയിട്ട് കാണണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുക. See you.